നമ്മൾ യുണൈറ്റഡ് ഫാൻസ് ഇനി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു മുണ്ട് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. പുറത്തിറങ്ങണമെങ്കിൽ ഇനിയിപ്പം തലയിൽ മുണ്ടിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് യുണൈറ്റഡ് ഫാൻസിനൊക്കെ. ശരിക്കും 4th ഡിവിഷനിൽ കളിക്കുന്ന ഗ്രിംസ്ബി ടൗൺ എന്ന് പറയുന്ന പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഫിക്സ്ചർ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഗ്രിംസ്ബി ടൗൺ എന്ന് പറയുന്ന പേര്. 4 മില്യൺ പൗണ്ട്സിൻ്റെ ടീമാണ്. അവരുടെ ഒരു ടീമിൻ്റെ ഫുള്ള് വാലുവേഷൻ എന്ന് പറയുന്നത് 4 മില്യൺ പൗണ്ട്സ് ആണ്. യുണൈറ്റഡിൻ്റെയോ 600-650 മില്യൺ പൗണ്ട്സിന് മുകളിൽ. ഇവരുമായിട്ട് കളിക്കണമെങ്കിൽ ടാക്ടിക്സിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു കോച്ചിൻ്റെ ആവശ്യമുണ്ടോ എനിക്കറിയത്തില്ല. ഇന്നത്തെ മാച്ചിൽ അവർ നമ്മളെ ടാക്ടിക്കലി ആയാലും അതുപോലെ തന്നെ ആ ഒരു ഹങ്കർ, ജയിക്കണമെന്നുള്ള ഒരു ഹങ്കർ, ഇൻറ്റൻസിറ്റി, ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മളെ ബീറ്റ് ചെയ്തു. എല്ലാ ആസ്പെക്റ്റിലും നമ്മളെ ബീറ്റ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് അവരിന്ന് ആ ഒരു മാച്ച് ജയിച്ച, ഈവൻ പെനാൽറ്റിയിലാണ് മാച്ച് ജയിച്ചതെങ്കിൽ പോലും അവർ ഇങ്ങനത്തെ ഗെയിമിൻ്റെ പല ആസ്പെക്റ്റിൽ നമ്മളെ ഡോമിനേറ്റ് ചെയ്ത് തന്നെ ജയിച്ച്. ഈ ഒരു തോൽവിക്ക് നമ്മൾ ഉത്തരവാദിയെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ എക്സ് മുണക്കത്തെ സ്ഥലത്തോട്ടൊക്കെ പോയി നോക്കിയാൽ അവിടെ ഫുൾ അമോറിമാണ്. ഈ ഇംഗ്ലീഷ് മീഡിയ ആയാലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ഫാൻ ബേസ്, ഫാൻ ചാനൽസ്, ഇവരെല്ലാവരും അമോറിമിനെ മാത്രമാണ് കുറ്റം പറയുന്നത്. പ്ലെയേഴ്സിനെ കുറ്റം പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. കൂടുതലും അമോറിമിൻ്റെ സാക്കിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമോറിമിൻ്റെ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അമോറിമിനെ കുറ്റം പറയുന്നതിനകത്ത് ഞാൻ ഒരിക്കലും ആരെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഇതിൽ അമോറിമ മാത്രമല്ല, നമ്മുടെ ഓരോ പ്ലെയേഴ്സും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അവർ മര്യാദയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് മാച്ച് ജയിക്കാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മുന്നിൽ ഏറ്റവും ആദ്യം തെളിഞ്ഞു വരുന്ന മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ കീപ്പർ ആന്ദ്രെ ഒനാന എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മുഖമാണ്. ശരിക്കും കഴിഞ്ഞ സീസണിൽ ആ ഒരു യൂറോപ്പ ലീഗിൻ്റെ സമയത്ത് നെമാനിയ മാറ്റിച്ച് പറഞ്ഞതാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ഗോൾ കീപ്പറാണ് ആന്ദ്രെ ഒനാന എന്ന്. ആന്ദ്രെ ഒനാന യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഗോൾ കീപ്പേഴ്സിൽ ഒരാളാണ്. ഇപ്പം ഇന്നും വയസ്സന്മാരായിട്ടുള്ള ഇപ്പം നമ്മുടെ വാൻ ഡെ സാർ പോണക്കത്തെ അല്ലെങ്കിൽ പീറ്റർ സ്മൈക്കിൾ പോണക്കത്തെ ആൾക്കാരെ ഇപ്പം കൊണ്ടുവന്ന് യുണൈറ്റഡിൻ്റെ ഗോൾ വലയുടെ മുന്നിൽ നിർത്തിയാൽ അവരെ ഈ ആന്ദ്രെ ഒനാനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. ആന്ദ്രെ ഒനാന എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഇപ്പം ഗോൾ കീപ്പിങ്ങിൻ്റെ ആസ്പെക്റ്റ് നമ്മൾ നോക്കിയാൽ ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ ഷോട്ട് സ്റ്റോപ്പിങ്, പിന്നെന്താ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ പല ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ബോക്സ് കമാൻഡിങ് പ്രസൻസ്, ഇപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള കഴിവുകൾ അല്ലെങ്കിൽ ഗോൾ കീപ്പറിൻ്റെ കഴിവുകളെയൊക്കെ നമ്മൾ നോക്കിയാൽ ആന്ദ്രെ ഒനാന എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു കാര്യത്തിലും പുള്ളി ബെറ്റർ അല്ല. ഇങ്ങനത്തെ ഒരു കഴിവും, ഇങ്ങനത്തെ ഒരു ഗോൾ കീപ്പിംഗ് ആസ്പെക്റ്റിലും ഈ ഒരു മനുഷ്യന് കഴിവില്ല. ഈവൻ നമ്മൾ അൽത്തായ് ബൈന്ദർ പോണക്കത്തെ ഗോൾ കീപ്പറിനെ നോക്കിയാൽ പുള്ളി അറ്റ്ലീസ്റ്റ് പെനാൽറ്റി സേവിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല റെക്കോർഡുള്ള മനുഷ്യനാണ് അൽത്തായ് ബൈന്ദർ. ഒനാനയ്ക്ക് ഈ ഒരു ഔഷധ ഗുണവും ഇല്ല. ഒനാന എന്തുകൊണ്ടും അൽത്തായ് ബൈന്ദറിൻ്റെ പുറകിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഗോൾ കീപ്പറാണ് ഇന്നത്തെ മാച്ചിൽ തെളിയിച്ചു. കൺസീഡ് ചെയ്ത ഗോളുകളൊക്കെ ആദ്യത്തെ 2 ഗോളിലും ഒനാനയ്ക്ക് സേവ് മേക്ക് ചെയ്യാവുന്ന ഗോളുകളായിരുന്നു. ഒനാനയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ 2 ഗോളും. ആദ്യത്തെ ഗോളിൽ പിന്നെ ഡിഫൻസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ഈ സെറ്റ് പീസ് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ ഗോൾ കീപ്പേഴ്സ് മോശം. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മൾ ചീപ്പറായിട്ട് പൊസഷൻ ലൂസ് ചെയ്യുന്നു. അമാദൊക്കെ പൊസഷൻ ചുമ്മാ ചീപ്പറായിട്ട് ലൂസ് ചെയ്യാം. അമാദിൻ്റെ കാര്യം എനിക്ക് പെട്ടെന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അമാദ് കഴിഞ്ഞ സീസണിലെ അമാദല്ല ഈ ഒരു സീസണിൽ വന്നപ്പോഴത്തേനും. അതിപ്പോൾ അവൻ വിങ് ബാക്കായിട്ട് കളിക്കുന്നതുകൊണ്ടാണെന്ന് പലരും പറയും. ഇന്ന് വിങ് ബാക്ക് അല്ലാതെ ഫസ്റ്റ് ഹാഫിൽ അവൻ കളിച്ചു. അവിടെയാണ് അവൻ പൊസഷൻ ലൂസ് ചെയ്യുന്നതും മര്യാദയ്ക്ക് ക്രോസ് കൊടുക്കാത്തതും അങ്ങനത്തെ ഗോൾ സ്കോർ ചെയ്യാത്തതും അങ്ങനത്തെ പല പ്രശ്നങ്ങൾ അമാദിനുണ്ട്. അവൻ ആ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ സീസണിൻ്റെ എൻഡിൽ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർക്കസ് റാഷ്ഫോർഡിനെ പോലെ തന്നെ പുതിയ കോൺട്രാക്റ്റ് കിട്ടിയപ്പോഴത്തേനും ഇവനും കൈവിട്ട് പോകുമോ എന്നുള്ള നല്ല പേടി എനിക്കുണ്ട്. പിന്നെ ഈ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരെ നമ്മൾ കോച്ചിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ, കോച്ച് ശരിക്കും പുള്ളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ്, അത് ടെൻ ഹാഗിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇൻ ഗെയിം മാനേജ്മെൻറ്റിൽ ആ ഒരു ടാക്ടിക്സൊക്കെ ആ ഒരു ചെറിയ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ഗെയിം സേവ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അത് പുള്ളിക്കില്ല.
ഇന്നത്തെ മാച്ചിലും പുള്ളി ടാക്ടിക്കൽ ബോർഡൊക്കെ തുറന്നു വെച്ച് പുള്ളി തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പിച്ചിൽ കാണാനില്ല. മാച്ച് ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ സമയത്ത് പുള്ളിയെ നോക്കി, പുള്ളി ഡഗ് ഔട്ടിൽ ഇരിക്കുക, പുള്ളി ആ ഒരു എന്നാ പറയുന്നത് ബെഞ്ചിലിരിക്കുകയാണ് പുള്ളി അത് ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് കാണാനുള്ള ധൈര്യം പോലും പുള്ളിക്കില്ല. ആകെപ്പാടെ തകർന്ന മനുഷ്യനാണ്. പുള്ളിയുടെ ഇൻ്റർവ്യൂ നോക്കിയോ, പുള്ളി നമ്മൾ ഇൻ്റർവ്യൂർ ഒരു കാര്യം ചോദിക്കുന്നു, തിരിച്ച് പുള്ളി വേറെ എന്തൊക്കെയോ പറയുന്നു. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല പുള്ളി എന്താ പറയുന്നത്. പുള്ളിയുടെ ആകെപ്പാടെ പുള്ളിയുടെ അവസ്ഥ ഭയങ്കര മോശമാവട്ടെ. പുള്ളിക്ക് ഈ പ്രഷറും കാര്യങ്ങളും എല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് ഈ സീസണിലും മാനേജറിനെ സാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ എനിക്ക് വയ്യ. നമ്മുടെ ഈ ഒരു സൈക്കിളിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഓരോ 2 സീസൺ കൂടുമ്പോഴും മാനേജറിനെ സാക്ക് ചെയ്യുന്ന ഈ ഒരു സൈക്കിളിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? സ്റ്റിൽ എനിക്കിപ്പോഴും റൂബൻ അമോറിമിൻ്റെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു മാനേജറിനെ സാക്ക് ചെയ്യരുത്, പുള്ളി എങ്ങനെയും സക്സസ് ആകണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ എത്രമാത്രം ഇത് പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പം ഈ ഒരു മാനേജറിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ പ്ലെയറിനെയും കോച്ചിനെയും ഒക്കെ കുറ്റം പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ മാനേജറിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇനിയോസിനെയും കുറ്റം പറഞ്ഞേ പറ്റത്തുള്ളൂ. മാനേജർ ഇവിടെ ഫെയിൽ ആകുകയാണെങ്കിൽ ഇനിയോസിനും തുല്യ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള 4th ഡിവിഷൻ ടീമിനെതിരെയൊക്കെ നമ്മൾ പോയി സ്ട്രഗിൾ ചെയ്ത് തോക്കുമ്പം നമുക്ക് തോന്നുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ അവരും ഈ ഒരു EFL കപ്പിൽ അവരും കളിച്ചത് എന്നാ പറയുന്നത് 4th ഡിവിഷൻ ടീമായിട്ടുള്ള ഈ സെയിം നമ്മൾ കളിച്ച ടീമിൻ്റെ സെയിം ഡിവിഷനിൽ കളിക്കുന്ന ഓൾഡ്ഹാം അത്ലറ്റിക് എന്ന് പറയുന്ന ടീമിനെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റി കളിച്ച്, അതും അവരുടെ അണ്ടർ 21 ടീമിനെ വെച്ചിട്ട് അവർ 5-2 എന്താണ് ജയിച്ചിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് 11 പറ്റുന്നില്ല ഇങ്ങനത്തെ ടീമുകളെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് 11 സ്ക്വാഡിനെ നമുക്ക് ഇങ്ങനത്തെ 4th ഡിവിഷൻ ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഈ ഗ്രിംസ്ബി ടൗണിൻ്റെ ഗോൾ കീപ്പറിനെ നോക്കിയോ, ഗോൾ കീപ്പർ ഒനാനേക്കാളും ഫാർ ബെറ്ററാണ്. ഇന്നത്തെ മാച്ചിൽ 3 ഡൈവിങ് സേവ് പുള്ളി നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ സേവൊക്കെ ശരിക്കും ഒനാനയുടെ സ്വപ്നത്തിൽ നടത്തുന്ന സേവുകളാണ് അതൊക്കെ. മാച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഗോൾ കീപ്പർ ക്രിസ്റ്റി പിം എന്ന് പറയുന്ന ആ ഒരു ഗ്രിംസ്ബി ടൗണിൻ്റെ ഗോൾ കീപ്പറുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്നുണ്ട് പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളിക്കും നല്ല ദേഷ്യമുണ്ട്. യുണൈറ്റഡ് തോറ്റ കാര്യത്തിൽ ഒരു ഭാഗത്ത് സന്തോഷമുണ്ട്, എന്നാലും യുണൈറ്റഡ് തോറ്റ ഒരു കാര്യത്തിൽ യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ പുള്ളിയും ഭയങ്കരമായിട്ട് ഉള്ളിൽ ആ ഒരു ദേഷ്യം ഉള്ള കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മാച്ചിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ മാച്ചിൻ്റെ ടാക്ടിക്കൽ ബ്രേക്ക് ഡൗൺ ഒന്നും നടത്തേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനത്തെ മാച്ചിനെ പറ്റി നമ്മൾ അതൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ഇടുക. ഇനിയിപ്പം പ്രീമിയർ ലീഗിൽ കാണാം. പ്രീമിയർ ലീഗിലെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഇതേവരെ പ്രീമിയർ ലീഗിൽ നമ്മുടെ ഒരു പ്ലെയർ പോലും ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല എന്ന് ഓർക്കണം. അതുമാത്രമല്ല, നമ്മൾ ഗോൾ സ്കോറിംഗ് പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗോൾ സ്കോറിംഗ് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന 2 പ്ലെയേഴ്സ് മത്തേസ് കുണിയ അതുപോലെ തന്നെ എംബിമോ, ഇവർ 2 പേരുമാണ് ഇന്ന് പെനാൽറ്റി മിസ് ചെയ്തത്. ശരി.